ഹായ് ഹലോ എല്ലാവർക്കും ക്യൂസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 10 ആണ്. ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. ഉത്തരം ഓപ്ഷൻ സി 52 സെക്കൻഡ്. നമുക്ക് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ പരിചയപ്പെടാം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ക്യാപ്റ്റൻ റാം സിംഗ് ഠാക്കൂർ. ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരവും അംഗീകരിക്കുന്നത് ഇതേ സമയത്താണ്. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ 27 കൊൽക്കത്ത സെക്ഷനിലാണ്. ആ സമയത്തെ അധ്യക്ഷൻ BN ദർ ആയിരുന്നു. കൊൽക്കത്ത സെക്ഷനിൽ ആദ്യമായിട്ട് ജനഗണമന ആലപിക്കുന്നത് സരളാദേവി ചൗധരിനെയാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം ആണെന്ന കാര്യം കൂടി ഓർമ്മയിൽ വെച്ചേക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം. ഉത്തരം ഓപ്ഷൻ എ ചമ്പാരൻ സമരം. 1917 ചമ്പാരൻ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കാം. ഖേദ സമരം. ഖേദ സമരവും 1918 ഗാന്ധിജി നേതൃത്വം കൊടുത്തതാണ്. അതേ വർഷം തന്നെ നടന്ന മറ്റൊരു സമരമാണ് അഹമ്മദാബാദ് സമരം. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തുന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. ഉപ്പ് സത്യാഗ്രഹം 1930 കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്നീ മുദ്രാവാക്യങ്ങളും ഇദ്ദേഹത്തിൻ്റെതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സെക്ഷൻ. ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിക്കുന്നത്. പിന്നീട് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയും ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുണ അസഫ് അലി. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജിയുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാതൃകയിൽ മന്നത്ത് പത്മനാഭൻ ആരംഭിച്ച സംഘടനയാണ് NSS നായർ സർവീസ് സൊസൈറ്റി 1914. വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 1924 എങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. വൈക്കം ഹീറോ, പെരിയോർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം കമന്റ് ചെയ്യൂ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഉത്തരം ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം. ഗാന്ധിജിയും കേരള ദർശനവും ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, നമുക്കത് നോക്കാം. 1920 ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥവും അതുപോലെ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വന്നത്. പിന്നീട് 1925 വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടും പിന്നീട് 1927 ഖാദി പ്രചരണത്തിനും അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത്. 1934 ഹരിജൻ ഫണ്ട് പിരിവിനാണ് എത്തുന്നത്. ആ സമയത്താണ് കൗമുദി ടീച്ചറിന്റെ സംഭവമൊക്കെ ഉണ്ടാവുന്നത്. പിന്നീട് ഏറ്റവും അവസാനം 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. 1953 ഒക്ടോബർ 1 ആന്ധ്ര ഉണ്ടാവുന്നത്. പിന്നീട് 1956 അത് ആന്ധ്രാപ്രദേശായി മാറുന്നത്. അടുത്ത ചോദ്യം, 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുമ്പ് ഗോവ ഏത് വിദേശ രാജ്യത്തിന്റെ കീഴിലായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസ്. ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നിവ. അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ കാരണം? ഉത്തരം ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം.
റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 13 സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1921 മലബാർ കലാപം. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉറൂബ് രചിച്ച കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് 1939-45 കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഉത്തരം ഓപ്ഷൻ ഡി, ശാസ്താംകോട്ട. ശാസ്താംകോട്ട തടാകമാണ് എഫ് ആകൃതിയിലുള്ള തടാകം. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻസില് പൂക്കോട് തടാകം കാണാം. പൂക്കോട് തടാകം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏകദേശം 96 കിലോമീറ്റർ വിസ്തീർണം ഇതിനുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. വേമ്പനാട്ട് കായൽ കഴിഞ്ഞ അടുത്തത് രണ്ടാമത്തെ ഏറ്റവും വലുത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. നീരാളിയുടെ ആകൃതിയിലാണ് ഈ കായലുള്ളത്. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. 1988 ജൂലൈ 8 നടന്ന പെരുമൺ ട്രെയിൻ ദുരന്തവും അഷ്ടമുടി കായലിലാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അവസാനത്തെ ചോദ്യം, കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോട്ടയം. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നതുമായ കടൽ തീരമില്ലാത്ത ഒരേ ഒരു ജില്ലയാണ് കോട്ടയം. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാട്ടുമായി കാണുന്നവരെ ബൈ.